Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1930. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ഐശ്വര്യവും സമൃദ്ധിയും കണികണ്ടുണർന്ന് മലയാളികൾ. കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും പടക്കം പൊട്ടിച്ചും മലയാളികൾ വിഷുവിനെ വരവേറ്റു. കൗവായിക്കായലിലെ കല്ലുമ്മക്കായ കർഷകരെ കണ്ണീരിലാഴ്ത്തി കൃഷിയിൽ വ്യാപക നാശം. കർഷകർക്ക് തിരിച്ചടിയായത് കായലിലെ വെള്ളത്തിന്റെ കടുത്ത ചൂട്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രച്ചിറ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി പൂർത്തിയായി. ചിറ നവീകരിച്ചത് എം വിജയൻ MLA ആസ്തി ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ചെലവിൽ. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ നടക്കാവിൽ പഞ്ചായത്ത് സ്ഥലം അനധികൃതമായി കയ്യേറിയതായി പരാതി. പ്രദേശം ഫലവൃക്ഷ തൈകൾ നശിപ്പിച്ച് ചരൽമണൽ ഇട്ട് നികത്തിയെടുത്തു. വാർത്തകൾ വിശദമായി. ഐശ്വര്യവും സമൃദ്ധിയും കണികണ്ടുണർന്ന് മലയാളികൾ വിഷു ആഘോഷമാക്കി. കണിയൊരുക്കിയും പടക്കം പൊട്ടിച്ചും നാടും നഗരവും വിഷുവിനെ വരവേറ്റു. ഉണ്ണിക്കണ്ണനെയും കൊന്നപ്പൂവും ബലങ്ങളും ധാന്യങ്ങളും കണികണ്ടുണർന്ന മലയാളികൾ ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ പുതിയ കാലത്തെ പ്രതീക്ഷിച്ച് വിഷുവിനെ വരവേറ്റു. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണ് വിഷു. നന്മയും സ്നേഹവും നിറയുന്ന കാലത്ത് പരസ്പര ബന്ധത്തിൻ്റെ ഊഷ്മളതയും വിഷു മുന്നോട്ട് വയ്ക്കുന്നു. കണിയും കൈനീട്ടവും പടക്കവും പുതുവസ്ത്രവും ഒക്കെയായി ഒരു വിഷുക്കാലം കൂടി മലയാളികൾ ആഘോഷമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൗവായിക്കായലിലെ കല്ലുമ്മക്കായ കർഷകരെ കണ്ണീരിലാഴ്ത്തി കൃഷിയിൽ വ്യാപക നാശം. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ വിളയിച്ചെടുക്കാറുള്ള കായലിലെ വെള്ളത്തിന്റെ കടുത്ത ചൂടാണ് ഇത്തവണ തിരിച്ചടിയായത്. കാലാവസ്ഥയിലെ മാറ്റം ചിലപ്പോഴൊക്കെ കല്ലുമ്മക്കായ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടെങ്കിലും വേനൽക്കാഠിന്യത്തിൽ കായലിലെ വെള്ളത്തിന്റെ ചൂട് കൂടിയതാണ് ഈ വർഷമുണ്ടായ കൃഷിനാശത്തിന്റെ പ്രധാന കാരണം. അതോടൊപ്പം സാധാരണയായി പെയ്യാറുള്ള വേനൽ മഴ ഇത്തവണ ഇല്ലാത്തതും കല്ലുമ്മക്കായ നശിക്കാൻ ഇടയാക്കി. കായലിലെ മുളന്തണ്ടുകളിൽ കയറിൽ കൃഷി ചെയ്ത കല്ലുമ്മക്കായ വെള്ളത്തിൻ്റെ കടുത്ത ചൂടിൽ വാപിളർന്ന് പൂർണ്ണമായും നശിക്കുകയാണ്. ചൂട് നിയന്ത്രിച്ചു നിർത്താനും തണുപ്പിക്കാനും വേനൽ മഴ പ്രധാന ഘടകമായിരുന്നുവെങ്കിലും ഇത്തവണ മഴ ചാറ്റൽ പോലും ഉണ്ടായില്ല. ആയിറ്റി, ഇടയിലക്കാട്, വലിയ പറമ്പ തുടങ്ങിയ മേഖലകളിലെ കല്ലുമ്മക്കായ കൃഷിയാണ് കൂടുതലായും നശിച്ചത്. ഒരു കയറിൽ 100-ൽ പരം കായകൾ വിളവെടുത്തിരുന്ന പ്രദേശത്ത് ഇത്തവണ 2-3 കല്ലുമ്മക്കായ മാത്രമാണ് കർഷകർക്ക് കരക്കെത്തിക്കാൻ കഴിഞ്ഞത്. ആയിറ്റിയിലെ പ്രിയം, മഹിമ, കീർത്തനം എന്നീ കുടുംബശ്രീ യൂണിറ്റുകളുടെ കൃഷി പൂർണ്ണമായും നശിച്ചു. ഒരു യൂണിറ്റിൻ്റെ 500 കൈ കല്ലുമ്മക്കായയിൽ ഭൂരിഭാഗവും നശിച്ചതായി കുടുംബശ്രീ ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ ആയിറ്റി പുഴയിൽ കല്ലുമ്മക്കായിട്ട അവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എല്ലാ കല്ലുമ്മക്കായും എല്ലാ കർഷകരെയും കല്ലുമ്മക്കായും മൊത്തം വായ വളർന്നിട്ടതിൽ അത്രയും നഷ്ടമായിട്ടുള്ളത്. ലക്ഷക്കണക്കിന് റുപ്യ നഷ്ടമാണ് നമ്മൾ ആയിറ്റി ഭാഗത്തുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിന് കൃത്യമായിട്ടുള്ളൊരു നടപടി എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു സാമ്പത്തിക സഹായം ഓരോ കർഷകനും കൊടുക്കണമെന്നാണ് ഒരു കർഷകൻ നിലക്ക് നമുക്ക് പറയാനുള്ളത്. ആയിറ്റി ഭാഗത്തിറക്കിയ 30-ൽ പരം കർഷകരുടെയും കൃഷി നശിച്ചിട്ടുണ്ട്. 35-ൽ പരം സ്റ്റേജ് ഏതാണ്ട് 6000 കൈ കല്ലുമ്മക്കായയാണ് ഇവിടെ നശിച്ചത്. 30 ലക്ഷത്തിൽ പരം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് കല്ലുമ്മക്കായ കർഷകർ പറയുന്നു. ബാങ്ക് വായ്പയെടുത്തും ആഭരണങ്ങൾ പണയം വെച്ചും കൃഷിയിറക്കി തിരിച്ചടി നേരിട്ട കർഷകർക്കും
കുടുംബശ്രീ യൂണിറ്റുകൾക്കും സർക്കാർ ഏജൻസികൾ വഴി നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രച്ചിറ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി പൂർത്തിയായി. 4.5 ഏക്കർ വിസ്തൃതിയിൽ ക്ഷേത്രച്ചിറ എം ബിജിൻ MLAയുടെ ആസ്തി ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. ചെറുകുന്ന് പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം സംരക്ഷിക്കുന്ന പ്രദേശത്തെ ഏറ്റവും വലുതും മനോഹരവുമായ ചിറയാണിത്. വലിപ്പം കൊണ്ട് ജില്ലയിൽ 2ാം സ്ഥാനം ചെറുകുന്ന് അമ്പലച്ചിറയ്ക്കുണ്ട്. ക്ഷേത്രം സേവാസമിതിയുടെയും നാട്ടുകാരുടെയും നിരന്തരമായ ഇടപെടലിലാണ് ചിറ നവീകരണം യാഥാർത്ഥ്യമായത്. ക്ഷേത്രച്ചിറയുടെ തകർന്ന ഭിത്തികൾ മാറ്റിസ്ഥാപിച്ചു. പുറത്തുനിന്നും മലിനജലം ഒഴുകി വരുന്നത് തടയാൻ ചിറയ്ക്ക് ചുറ്റും ചെങ്കല്ലുകൊണ്ട് ബോർഡർ നിർമ്മിച്ചു. ഇതിനോട് ചേർന്നുള്ള മണ്ണ് റോഡ് ഇന്റർലോക്ക് ചെയ്ത് നവീകരിച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും 40ഓളം ബെഞ്ചുകളും സ്ഥാപിച്ചു. 30ഓളം LED വിളക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രം സേവാസമിതിയുടെ നേതൃത്വത്തിൽ 3 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ചിറയ്ക്ക് ചുറ്റും ഗാർഡനും ഒരുക്കി. എം ബിജിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 60 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ചിറയുടെ നവീകരണം പൂർത്തിയാക്കുന്നത്. വെടിക്കെട്ടോടുകൂടി ആഘോഷങ്ങളോടുകൂടി സഹസ്രം ജനങ്ങളോളം ഇവിടെ എത്തിച്ചേർന്ന് ഈ ചിറയുടെ സൗന്ദര്യവൽക്കരണം ആഘോഷിക്കാൻ തുടങ്ങിയിരിക്കുക. ഇനി ദിവസം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ദിവസങ്ങളിലും ചിറ കാണാനും അതിൻ്റെ ചെടികൾ കാണാനും അതിൻ്റെ സൗന്ദര്യവൽക്കരണം കാണാനും ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട MLAയോടാണ്. എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് ജോലി കൂടെ ബാക്കിയുണ്ട്. അത് പൂർത്തീകരിച്ച് ഈ തെരഞ്ഞെടുപ്പ് ചട്ടം കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് തീയതി കഴിഞ്ഞതിന് ശേഷം ഒരു ബൃഹത്തായ രൂപത്തിലുള്ള ഒരു ഉദ്ഘാടനം നടത്താൻ അദ്ദേഹം തയ്യാറാകണം. അതിനുവേണ്ടി ഞങ്ങൾ അവരോട് ആവശ്യപ്പെടാനും സേവാസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ക്ഷേത്രച്ചിറ നവീകരിക്കുക എന്നതാണ്. 4.5 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ ചിറ ഈ പ്രദേശത്തിൻ്റെ ജലസംഭരണി കൂടിയാണ്. എം ബിജിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 60 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ചിറ മനോഹരമായി നവീകരിച്ചിരിക്കുന്നത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര ചിറയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ നടക്കാവിൽ പഞ്ചായത്ത് സ്ഥലം അനധികൃതമായി കയ്യേറി ഫലവൃക്ഷ തൈകൾ നശിപ്പിച്ച് ചരൽമണലിട്ട് നികത്തിയെടുത്തു. തൃക്കരിപ്പൂർ റോട്ടറിക്ക് വേണ്ടി നടക്കാവിൽ നിർമ്മിച്ചു വരുന്ന കെട്ടിടത്തിന് മുന്നിലാണ് പഞ്ചായത്ത് ഭൂമി കയ്യേറി ചരൽമണ്ണിട്ട് നികത്തിയെടുത്തത്. തൃക്കരിപ്പൂർ കാലിക്കടവ് പൊതുമരാമത്ത് റോഡിന് കിഴക്കുഭാഗത്തായി പ്രധാന റോഡ് മുതൽ റോട്ടറി കെട്ടിടം വരെയുള്ള വിസ്തൃതമായ സ്ഥലമാണ് കയ്യേറി നികത്തിയെടുത്തത്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ സാങ്കേതിക സഹായത്തോടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് BMC ഹരിതവീതി എന്ന പേരിൽ നടപ്പിലാക്കി വരുന്ന തനത് ഫലവൃക്ഷ തൈകളുടെ വ്യാപനം പദ്ധതിയിൽ 1 വർഷം മുമ്പ് നട്ട് പരിപാലിച്ചു വന്നിരുന്ന നാട്ടുമാവിൻ തൈകൾ നശിപ്പിച്ച് അവയ്ക്ക് മുകളിലാണ് ചരൽമണ്ണ് തള്ളി നികത്തിയത്. 30-ൽ പരം മാവിൻ തൈകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മികച്ച പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ പുരസ്കാരം നേടിയ തൃക്കരിപ്പൂർ പഞ്ചായത്തിലാണ് സന്നദ്ധ സംഘടനയുടെ പേരിൽ ഈ പരിസ്ഥിതി വിരുദ്ധ കയ്യേറ്റം നടന്നത്. ഇത്രയും കനത്തിൽ മണ്ണിട്ടാൽ എങ്ങനെയാണ് അവിടെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുക എന്നതും ആലോചിക്കേണ്ടതാണ്. ഏതായാലും ഈ നടപടി അത്യന്തം അപലപനീയമാണ്. പരിസ്ഥിതി സംഘടനകളും എല്ലാ നാട്ടുകാരും തന്നെ ഇതിനകം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ശക്തമായി ഈ നടപടിയിൽ പ്രതിഷേധിക്കുന്നു. ആ മണ്ണ് അവിടുന്ന് മാറ്റുകയും ചരൽമണ്ണ് അവിടുന്ന് മാറ്റുകയും അവിടെ നട്ട ചെടികൾ വീണ്ടും നട്ടുപിടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കരണീയം. അതിന് റോട്ടറിയുടെ ഭാരവാഹികൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനധികൃത കയ്യേറ്റത്തിൽ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ചരൽമണൽ നീക്കം ചെയ്ത് നശിപ്പിക്കപ്പെട്ട ബലവൃക്ഷ തൈകൾക്ക് പകരം പുതിയ തൈകൾ നട്ട് സംരക്ഷിക്കുന്നതിനാവശ്യമായ ശക്തമായ ഇടപെടലുകൾ ഗ്രാമപഞ്ചായത്ത് അധികൃതരിൽ നിന്ന് ഉണ്ടാകണം എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പറയുന്നത്. അനധികൃത നിർമ്മാണത്തിനെതിരെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ചന്ദേര പോലീസ്, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് എന്നിവയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം മല്ലിയോട്ടെ പരേതനായ കൊള്ളിയൻ വളപ്പിൽ ശേഖരന്റെ കുടുംബത്തിന് DYFI കുഞ്ഞിമംഗലം സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽദാനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ നിർവഹിച്ചു. കുഞ്ഞിമംഗലം മല്ലിയോട്ടെ പരേതനായ കൊള്ളിയൻ വളപ്പിൽ ശേഖരന്റെ കുടുംബത്തിനാണ് DYFI കുഞ്ഞിമംഗലം സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാനം CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ EP ജയരാജൻ നിർവഹിച്ചു.
ഏതാണ്ട് ഇന്ന് കേരളത്തിൽ 4 ലക്ഷത്തോളം ആളുകൾ സ്വന്തമായി വീടില്ലാത്തവർ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനിയും ഏതാണ്ട് 1 ലക്ഷം പേര് അവർക്ക് കൂടി വീട് കൊടുക്കാനുള്ള ഗൃഹനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 3-4 മാസം കഴിയുമ്പോൾ അവർക്ക് കൂടി വീട് കൊടുക്കാൻ കഴിയും. ആദ്യഘട്ടത്തിൽ കണക്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് കിട്ടും. പിന്നെ പരിശോധിക്കുമ്പോൾ കണ്ടിട്ടുള്ളത് പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ളൊരു പരാതി, അന്ന് കണക്കെടുക്കുന്ന അവസരത്തിൽ ഒരു കുടുംബമായിരുന്നു, പിന്നീട് 2 കുടുംബമായി, പിന്നീട് 2 കുടുംബമായി, 2 മക്കളുണ്ട്, അച്ഛനും അമ്മയുണ്ട്, 2 വീടുകളിലായി 2 കുടുംബമായി. അവർക്ക് വീടില്ല. ചടങ്ങിൽ എം വിജിൻ MLA അധ്യക്ഷനായി. CPIM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ, മാടായി ഏരിയ സെക്രട്ടറി V വിനോദ്, DYFI ജില്ലാ സെക്രട്ടറി സരിൻ ശശി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഷിമ, CP ഷിജു, KV വാസു, V ശങ്കരൻ, PP തമ്പായി, E സന്ദീപ്, M കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് അണികൾക്ക് പറയാനുള്ളത് കേൾക്കാം. കാലാവസ്ഥ ഇപ്പോൾ നല്ല ചൂടിലാണല്ലേ, എല്ലാവരും വേർത്തൊഴുകുകയാണ്, സഹിക്കാൻ പറ്റുന്നതിനപ്പുറം എത്തിയിട്ടുണ്ട് ഈ ചൂട്. അതിലും വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇപ്പോൾ നാടും നഗരവും ഒക്കെ ഉള്ളത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ മുന്നണികളൊക്കെ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. വെറുതെ അവർ വിജയപ്രതീക്ഷ പറഞ്ഞു പോവുക മാത്രമല്ല ചെയ്യുന്നത്, കൃത്യമായി ഇപ്പോഴത്തെ രാഷ്ട്രീയ ചുറ്റുപാടിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വിജയസാധ്യത എന്ന് അക്കമിട്ട് എണ്ണി പറയുകയാണ് അണികൾ ഓരോരുത്തരും. ആ വിശേഷങ്ങളാണ് നമുക്കറിയേണ്ടത്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തീർച്ചയായും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം, വർഗീയ വിഭജനത്തിലൂടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും അതുപോലെ തന്നെ ബഹുസ്വരതയും തിരിച്ചു പിടിക്കുവാനുള്ള വലിയ പോരാട്ടം അത് ഇന്ത്യ മുന്നണിയിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെടുനായത്വം വഹിച്ചുകൊണ്ട് ആ പോരാട്ടം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ആ രീതിയിൽ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും ബഹുസ്വരതയും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ തീർച്ചയായും ഈ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും ജനങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MPയെ പാർലമെൻറ്റിലേക്ക് അയക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ കാഴ്ചപ്പാടുകളെയും, അത് മതനിരപേക്ഷതയായാലും ജനാധിപത്യമായാലും, അതിനെയെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ പ്രവർത്തനം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ സംഘപരിവാരത്തിൻ്റെ ആശയം അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി പൂർണ്ണമായും അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളെ മാറ്റിയെഴുതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരൻ്റെ ജീവിതം വളരെ വളരെ ദയനീയമായ നിലയിലേക്ക് പോവുകയാണ്. ലോകത്തിലെ പട്ടിണിക്കാരുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി നമ്മുടെ അയൽ രാജ്യങ്ങളെ തട്ടിച്ചു നോക്കിയാൽ വളരെ ദയനീയമാണ് എന്നുള്ളത് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിജയപ്രതീക്ഷ എന്നുള്ളത് കേരളത്തിലെ ചുരുങ്ങിയത് 6 സീറ്റെങ്കിലും BJP നേടുമെന്നുള്ള, അതിലൊന്ന് കാസർഗോഡ് മണ്ഡലമാണ്. നിങ്ങൾക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ UDFനാണോ LDFനാണോ ഭൂരിപക്ഷം കിട്ടുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ നിന്നിപ്പോൾ BJPക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ള ചോദ്യം ജനങ്ങളിൽ നിന്ന് ഉയരാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം BJP മറ്റ് 2 മുന്നണികളെ പോലെ തന്നെ വളരെ ശക്തമായ രാഷ്ട്രീയ അടിത്തറ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ ഉള്ള ഒരു സൂചനയാണ്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് മണ്ഡലത്തിലും അത് വെന്നിക്കൊടി പാറിക്കും എന്ന് നമ്മൾ നിസ്സംശയം പറയുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, കേരളത്തിലെ 2 മുന്നണികളും ഒരുപാട് കാലമായി നമ്മുടെ ജനങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വികസനം ഒന്നും നമ്മുടെ MPമാരുടെ നിഘണ്ടുവിലില്ലാത്തതാണ്. വികസനമാണ് ഇവിടെ ചർച്ചാ വിഷയമെങ്കിൽ ഒരു MPയെ സംബന്ധിച്ചിടത്തോളം ഫണ്ടുകൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള
പ്രാദേശിക വികസന ഫണ്ട് മുഴുവനായും ഏകദേശം 17.5 കോടി രൂപ അദ്ദേഹത്തിന് ലഭിച്ചതും മുൻ MP മറന്നുവെച്ചതുമായിട്ടുള്ള 2.5 കോടി രൂപ ഉൾപ്പെടുത്തി 19.5 കോടി രൂപ ഈ മണ്ഡലത്തിൽ കൃത്യമായി ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 263 ഹൈമാസ് ലൈറ്റുകൾ, 14ഓളം സ്കൂൾ ബസ്സുകൾ, ആംബുലൻസുകൾ, 4 കമ്മ്യൂണിറ്റി ഹാളുകൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരുപാട് പദ്ധതികൾ അദ്ദേഹത്തിന് പ്രാദേശിക വികസന ഫണ്ടിലൂടെ നടപ്പിലാക്കാൻ സാധിച്ചു. അതിനു പുറമെ 7 റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ, ഇവിടെ പയ്യന്നൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഏഴിമല റെയിൽവേ ക്രോസിങ്ങിൽ ഒരെണ്ണം, തൃക്കരിപ്പൂർ എളമ്പച്ചി റെയിൽവേ ക്രോസിങ്ങിൽ ഒരെണ്ണം, തൃക്കരിപ്പൂർ ഒളവര റെയിൽവേ ക്രോസിങ്ങിൽ ഒരെണ്ണം ഉൾപ്പെടെ 7 റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ ഈ മണ്ഡലത്തിൽ സാധ്യമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 200ഓളം രോഗികൾക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിൽ ഉൾപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഗ്രാം സഡക്ക് യോജനയിൽ ഉൾപ്പെടുത്തി 7ഓളം പഞ്ചായത്തുകളിൽ പുതിയ റോഡുകൾ നിർമ്മിക്കാനുള്ള ഫണ്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. സാഗി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 4 ഗ്രാമങ്ങളുടെ വികസനത്തിന് വേണ്ടി 5 കോടി രൂപ വിന്യസിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മാത്രം അമൃത് ഭാരത് പദ്ധതിയിലൂടെ 2 റെയിൽവേ സ്റ്റേഷനുകൾക്ക് വികസന കുതിപ്പേകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പയ്യന്നൂർ 32 കോടി രൂപ, കാസർഗോഡ് 25 കോടി രൂപ. ഈ രീതിയിൽ വികസന വിപ്ലവം സൃഷ്ടിച്ച് വികസന നായകനായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വികസനം എന്നുള്ളത് ഇവിടെ തീർത്തും വികസനമല്ല. ഇവിടെ കുറേ ഹൈമാറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, നല്ലതുകൊണ്ട് വേറെ കാതലായി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഏതെങ്കിലും ഒരു സംരംഭം കാസർഗോഡ് പാർലമെൻറ്റിൻ്റെ അകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? അതിനു മുൻപേ ഉണ്ടായിരുന്ന P. കരുണാകരൻ MP-യും ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന മേഖലയില്ല. പക്ഷേ നരേന്ദ്രമോദി വികസന കാഴ്ചപ്പാടോടുകൂടി രാജ്യത്തിൻ്റെ തലങ്ങും വിലങ്ങും വികസനങ്ങൾ മാത്രമാണ് ലക്ഷ്യം. 2047 ആകുമ്പോഴേക്ക് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം തികയുമ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ലോകത്തിൻ്റെ നെറുകയിൽ ഭാരതത്തിന് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം, അതിൻ്റെ ഭാഗമായി കാസർഗോഡും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. രാജ്യത്ത് വിസ്തൃതമായ വളരെ വിപുലമായൊരു രാഷ്ട്രീയമായിട്ടുള്ള ശക്തിയുള്ളൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ കാണേണ്ടത് വിശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയം അത് ഇടതുപക്ഷമാണ് എന്ന് ഓരോ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ തിരിയുകയാണ്. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ ഒരു ചരിത്രപരമായ ഒരു പ്രത്യേകത പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള മണ്ണാണ് കാസർഗോഡ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് പൊതുവിൽ രാഷ്ട്രീയമായിട്ടുണ്ടായിട്ടുള്ള പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ കാസർഗോഡ് ജനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കൈപ്പിഴ അത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് തിരുത്തും. വലിയ ഭൂരിപക്ഷത്തോടുകൂടി കാസർഗോഡിനകത്ത് ജനങ്ങൾ MV ബാലകൃഷ്ണൻ മാസ്റ്ററെ തെരഞ്ഞെടുക്കും. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തെ ഉൾപ്പെടെ തീരുമാനിക്കുമെന്ന നിലയിലേക്ക് ധാർഷ്ട്യവുമായിട്ട് RSSും സംഘപരിവാരവും പോകുമ്പോൾ അതിനോരം നിൽക്കുന്ന നിലപാട് കാസർഗോഡുള്ള UDFൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ സ്വീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സമീപകാല ദിവസങ്ങളിലെ അനുഭവം ഉൾപ്പെടെ തെളിയിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പ്രതീക്ഷ അല്ലെങ്കിൽ നിലപാടെടുത്തുകൊണ്ട് ഈ വിഷയങ്ങളിലെല്ലാം പോകുന്ന ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഈ നാട് നിൽക്കും. ആ ഒരു അന്തരീക്ഷമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഒരു ഘട്ടമെത്തി നിൽക്കുമ്പോൾ ഈ നാട് തരുന്ന ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. വലിയ ഭൂരിപക്ഷത്തിൽ കാസർഗോഡിൻ്റെ ഇടതുപക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ബാലകൃഷ്ണൻ മാസ്റ്റർ വിജയിച്ചു വരും എന്ന് തന്നെയാണ് കാണുന്നത്. കൃത്യമായ വിജയപ്രതീക്ഷകൾ തന്നെ ഏവരും മുന്നോട്ട് വയ്ക്കുമ്പോഴും പുതുതായി ചേർത്ത കന്നി വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കും എന്ന് ഇനിയും വ്യക്തത വരാത്തത് കൊണ്ട് തന്നെ വിജയം ആർക്കായിരിക്കും, ജനങ്ങൾ ആർക്കൊപ്പമായിരിക്കും നിൽക്കുക, ഇവിടെ വികസനത്തിന്റെ വലിയ മാതൃക ആരാണ് തീർക്കുന്നത് എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടുന്നത് തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ അർജുനൊപ്പം KN വർഷ. ചരിത്രപരമായും ഐതിഹ്യപരവുമായും ഒരുപാട് സവിശേഷതകളുണ്ട് കണ്ണൂർ ജില്ലയിലെ മാടായിക്കോട്ട എന്ന തെക്കിനാക്കൽ കോട്ടയ്ക്ക്. എന്നാൽ കോട്ട ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. കോട്ട സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. മാടായിപ്പാറയോളം ചരിത്രപരമായും ഐതിഹ്യപരമായും സവിശേഷതകളുണ്ട് മാടായിക്കോട്ടയ്ക്ക്. ഐതിഹ്യപരമായി മാടായി പൂരോത്സവത്തിന്റെ ഭാഗമായി ഉത്സവം എഴുന്നള്ളത്ത് മാടായിക്കോട്ടയിലെത്തും. ദാരിക വിഗ്രഹം നടത്തുവാനായി ദേവി എഴുന്നള്ളിയ പ്രദേശം കൂടിയാണെന്ന് വിശ്വാസമുണ്ട്.
കോട്ടയുടെ ഐതിഹ്യവും ചരിത്രവും അറിയാൻ നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. എന്നാൽ കാടുമൂടി കല്ലുകളിളകി ഏറെ അപകടാവസ്ഥയിലാണ് കോട്ടയും കോട്ടയുടെ പരിസര പ്രദേശങ്ങളും. കോട്ടയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് ഏത് സമയവും നിലംപൊത്താറായ അവസ്ഥയിലാണ്. കോട്ടയുടെ താഴെ കുന്നിൻ ചെരിവ് സ്വകാര്യ വ്യക്തികൾ ഇടിച്ചു നിരത്തുന്നതായും പരാതിയുണ്ട്. കോട്ട സംരക്ഷിക്കാൻ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിൽ മാടായിപ്പള്ളിയിലും മാടായിക്കാവിൻ്റെയും അടുത്ത് നിൽക്കുന്ന അതിമനോഹരമായ കോട്ടയായിരുന്നു മാടായിക്കോട്ട. ഇന്നെന്ന് വെച്ചാൽ സാമൂഹിക താവളവും അത് ആരും തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം ചരിത്രപരമായിട്ട് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലവും മനോഹരമായ കോട്ടയുമാണ്. കാരണം പണ്ട് കാലത്ത് കടൽക്കൊള്ളക്കാരും മറ്റവരും അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഏഴുമല രാജാക്കന്മാർ നിർമ്മിച്ച കോട്ടയാണ്. ആ കോട്ട ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. ഒരു കോട്ട അതുപോലെ ഒരു കോട്ട നമുക്കറിയാം, വടുവന്നേര പടിഞ്ഞാറ് ഭാഗത്ത് മുരുക്കഞ്ചേരി ഒരു കോട്ടയുണ്ടായിരുന്നു. അത് തകർന്നു പോയി. ഇനി ഈ കോട്ടയങ്ങൾ സംരക്ഷിക്കുകയും പുതിയ വരുന്ന തലമുറക്ക് പഠിക്കാനും സംരക്ഷിക്കുകയും അതുപോലെ കോട്ട പുരാവസ്തുവും ടൂറിസ്റ്റും മറ്റ് മേഖലയിലായിരിക്കും. അതുമാത്രമല്ല മാടായിക്കാവിലെ പൂര മഹോത്സവത്തിന് ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ നടത്തുന്ന സ്ഥലം നാശത്തിൻ്റെ വക്കിലാണ്. അതിൽ അധികമായി തിരഞ്ഞെടുക്കണമെന്ന് മാത്രം പറയും. മൂഷക രാജവംശത്തിൻ്റെ കേന്ദ്രമായിരുന്നു മാടായിലെ ദാരികൻ കോട്ട. ഐതിഹ്യപരമായും ചരിത്രപരമായും ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു കോട്ടയാണ് മാടായിക്കോട്ട. മാടായിക്കോട്ട ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. കാടുമൂടിയ അവസ്ഥയിലാണ് മാടായിക്കോട്ടയും പരിസരങ്ങളും. അതുപോലെ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രവുമായി മാറുകയാണ് ഈ കോട്ട. കോട്ടയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. മാടായിക്കോട്ടയിൽ നിന്ന് ക്യാമറമാൻ സുമേഷിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിഷു കിറ്റ് വിതരണം ചെയ്തു. കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം കൂട്ടായ്മ സ്നേഹസംഗമവും വിഷുക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. വിഷുക്കിറ്റ് വിതരണവും സ്നേഹസംഗമവും മാതമംഗലം കൂട്ടായ്മയുടെ രക്ഷാധികാരി രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസാധനങ്ങളും അതുപോലെ തന്നെ കുടിവെള്ളവും നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ആ ഒരു സാങ്കല്പികത്തിൻ്റെ പേരിൽ നമ്മൾ മാതമംഗലത്തെ ചെറുപ്പക്കാർ കൂടിച്ചേർന്നുകൊണ്ടാണ് മാതമംഗലത്തെ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കൂട്ടായ്മയ്ക്ക് ശരിക്കും പറഞ്ഞ ഒരു ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരുപാട് കാശോ ഇല്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മളെ പ്രവർത്തകർ തരുന്ന സംഖ്യകൾ കൊണ്ടുമാണ് നമ്മൾ ശരിക്കും ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പെരിങ്ങോം ഹാരിസ് അധ്യക്ഷനായി. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വി കെ രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചികിത്സാ സഹായ വിതരണം സുധി തലവിൽ നിർവഹിച്ചു. ആർ അനുശ്രീ, കെ വി മനീഷ്, കെ വി രഞ്ജിത്ത് കുമാർ, കെ പി രവീന്ദ്രൻ, പി അനീഷ്, നിശാന്ത് പരിയാരം, രാജാമണി, ശ്രീധരൻ ആലന്തട്ട, കുന്നുമ്മൽ രാജൻ, പി ബിബീഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ചികിത്സാ സഹായ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ടോന്താർ തൃക്കുറ്റേരി ഭാഗത്ത് പാറപ്രദേശത്ത് മദ്യപാനം രൂക്ഷമാകുന്നതായി പരാതി. മദ്യക്കുപ്പികളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പ്രദേശം. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കണ്ടോന്താർ തൃക്കുറ്റേരി ഭാഗത്ത് ഒഴിഞ്ഞുകിടക്കുന്ന പാറപ്രദേശത്താണ് പരസ്യ മദ്യപാന സംഘം തമ്പടിക്കുന്നത്. വിശാലമായ പാറപ്രദേശമാണ് ഇവരുടെ താവളം. മദ്യപിച്ച ശേഷം കുപ്പികൾ വലിച്ചെറിയുന്നതും ചില്ലുകുപ്പികൾ പൊട്ടിക്കുന്നതുമായ കാഴ്ചയാണ്. രാത്രിയിൽ സംഘമായി വന്നാണ് ഇവിടെ നിന്ന് മദ്യപിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പ്രദേശം ഇപ്പോൾ മദ്യക്കുപ്പികളാൽ നിറഞ്ഞിരിക്കുകയാണ്. മദ്യക്കുപ്പികൾക്ക് പുറമെ പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപ കേന്ദ്രമായും ഈ പ്രദേശം മാറിയിരിക്കുകയാണ്. അധികൃതർ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇമ്മാനുവൽ സിൽക്സിന്റെ വിഷു, ഈസ്റ്റർ, റംസാൻ, ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ ഓഫറിനോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫാദർ ലിൻഡോ സ്റ്റാൻലി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിന്റെ വിഷു, ഈസ്റ്റർ, റംസാൻ, ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ ഓഫറിനോടനുബന്ധിച്ച് ദിവസേന നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് LED TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി ഗ്രൈൻഡർ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്കുള്ള സമ്മാനദാനം ഷോറൂമിൽ നടന്നു. ഫാദർ ലിൻഡോ സ്റ്റാൻലി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിഷു, ഈസ്റ്റർ,
റംസാൻ ഹാർമണി ഫിയസ്റ്റ ബിഗസ്റ്റ് സെയിൽ എന്ന പേരിലുള്ള വസ്ത്രവിസ്മയ കാഴ്ച മാർച്ച് 16 മുതൽ ഇമ്മാനുവൽ സിൽക്സിൻ്റെ എല്ലാ ഷോറൂമുകളിലും മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നത്. നിരവധിയായ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഇമ്മാനുവൽ ഒരുക്കിയിരിക്കുന്നത്. പയ്യന്നൂർ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഷോറൂം മാനേജർ TP നാരായണൻ, TM സുജിത്ത്, മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോഡരികിൽ ഉണങ്ങിയ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നു. പിലാത്തറ മാതമംഗലം റോഡിൽ മാതമംഗലം പെട്രോൾ പമ്പിന് സമീപത്താണ് അപകട ഭീഷണി ഉയർത്തി മരം സ്ഥിതി ചെയ്യുന്നത്. പിലാത്തറ മാതമംഗലം റോഡിൽ മാതമംഗലം പെട്രോൾ പമ്പിന് സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തി ഉണങ്ങിയ കൂറ്റൻ മരം സ്ഥിതി ചെയ്യുന്നത്. ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡിലാണ് അപകട ഭീഷണി ഉയർത്തി മരം നിൽക്കുന്നത്. വിദ്യാർത്ഥികളും മുതിർന്നവരുമടക്കമുള്ളവർ കാൽനടയായി പോകുന്ന റോഡരികിലുമാണ് ഉണങ്ങിയ മരം അപകട ഭീഷണി ഉയർത്തുന്നത്. മരച്ചില്ലകൾ പൊട്ടി വീഴുന്നതും പതിവായിട്ടുണ്ട്. മരം പൂർണ്ണമായും ചിതലരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകട ഭീഷണിയായി നിൽക്കുന്ന മരം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ വീണ്ടും. ഐശ്വര്യവും സമൃദ്ധിയും കണി കണ്ടുണർന്ന് മലയാളികൾ. കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും പടക്കം പൊട്ടിച്ചും മലയാളികൾ വിഷുവിനെ വരവേറ്റു. കൗവായിക്കായലിലെ കല്ലുമ്മക്കായ കർഷകരെ കണ്ണീരിലാഴ്ത്തി കൃഷിയിൽ വ്യാപക നാശം. കർഷകർക്ക് തിരിച്ചടിയായത് കായലിലെ വെള്ളത്തിന്റെ കടുത്ത ചൂട്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രച്ചിറ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി പൂർത്തിയായി. ചിറ നവീകരിച്ചത് M. വിജയൻ MLA ആസ്തി ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ചെലവിൽ. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ നടക്കാവിൽ പഞ്ചായത്ത് സ്ഥലം അനധികൃതമായി കയ്യേറിയതായി പരാതി. പ്രദേശം ഫലവൃക്ഷ തൈകൾ നശിപ്പിച്ച് ചരൽമണൽ ഇട്ട് നികത്തിയെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.